الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമാവധി പാലിച്ചുകൊണ്ട് ഈമാനും തഖ്വയും മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസം സ്വീകരിച്ചാൽ, ഒരാൾ മുസ്ലിമായാൽ അയാൾക്കൊരുപാട് മെച്ചമുണ്ട്. അത് നമ്മൾ കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളത് പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടും, കത്തിയാളുന്ന നരകത്തെ തൊട്ട് രക്ഷപ്പെടും, ഇതൊക്കെയാണ്. ഇത് ശരിയുമാണ്, അതാണ് ആത്യന്തികമായി വിശ്വാസിയുടെ ലക്ഷ്യവും. പക്ഷേ ഇതോടൊപ്പം ഒരു വിശ്വാസിക്ക് ഭൗതികമായി കിട്ടേണ്ട ഒരു മെച്ചമുണ്ട്. അത് ജീവിതത്തിലെ സംതൃപ്തിയും മനസ്സമാധാനവും അതുപോലെ തന്നെ ജീവിതത്തിലുള്ളൊരു മാനസികമായ ഉല്ലാസവുമൊക്കെയാണ്. ഇത് കിട്ടുന്നവരാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് പറയുന്നത്. ഈ ഉല്ലാസം, ആനന്ദം, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സംതൃപ്തി എന്നൊന്നും പറഞ്ഞാൽ അത് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് എന്ന് നമ്മളാരും തെറ്റിദ്ധരിക്കുകയില്ലല്ലോ. ജീവിതത്തിൽ മനുഷ്യനുണ്ടാവുന്നൊരു മനസ്സമാധാനം, നമ്മൾ വെറുതെ നമ്മളെക്കുറിച്ച് ആലോചിക്കുക. നമ്മൾ വിശ്വാസികളാണ്, അള്ളാഹുവിലും പരലോകത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്, 5 നേരവും കൃത്യമായി നമസ്കരിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്. പക്ഷേ എവിടെയോ ഈ സമാധാനത്തിന്, ഈ മനഃശാന്തിക്ക് ഒരു കുറവ് അനുഭവപ്പെടുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്താണിതിൻ്റെ കാരണം? അവിടെയാണ് വിശുദ്ധ ഖുർആൻ 42 സ്ഥലങ്ങളിൽ വിശദമായി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് മനുഷ്യർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. 7 സ്ഥലത്ത് വിശ്വാസിയുടെ ലക്ഷണമായിട്ട് ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികളാണെങ്കിൽ അവർ തവക്കുൽ ചെയ്യട്ടെ എന്ന് തന്നെ ഖുർആൻ എടുത്തു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മനുഷ്യന് സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ യഥാർത്ഥ മുഅ്മിനായി തീരണം. ശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിലെ 4-ാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നതാണ്. വിശ്വാസിയുടെ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേട്ടാൽ മനസ്സ് ത്രസിക്കുമെന്നും അതുപോലെ തന്നെ ഈമാൻ വർദ്ധിക്കുമെന്നുമൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ്, നമസ്കരിക്കുന്നവരാണ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ അവസാനം പറയുന്ന ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖൻ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തും വറിസ്ഖുൻ കരീം, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പദവികളുണ്ട്, അതുപോലെ തന്നെ മാന്യമായ റിസ്ക് ഉണ്ട്. ഇതൊക്കെ പറയാൻ കാരണം എന്താ? ഈമാൻ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ രൂഢമൂലമായാൽ അവനിൽ ഉണ്ടാവേണ്ട കൃത്യമായ ഒരു ചേരുവയാണ് ഈ അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന് പറയുന്നത്. എന്താണ് ഈ തവക്കുല്? 3 കാര്യമുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൽ തവക്കുലാക്കി എന്ന് പറയാൻ സാധിക്കുക. അതിലൊന്ന്, നമ്മൾ അള്ളാഹുവാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, എനിക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ എന്നെ നശിപ്പിക്കുവാനോ എന്നെ വളർത്തുവാനോ എല്ലാം സാധിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. പലപ്പോഴും
നമ്മളൊക്കെ നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, അതുപോലെ തന്നെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് പകരം നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ കഴിവിനെ, നമ്മുടെ പ്ലാനിങ്ങിനെ, ഇതിനൊക്കെ തവക്കുലാക്കലുണ്ട് അല്ലേ? പടച്ചവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു 25 ലക്ഷം, ഒരു 50 ലക്ഷം ഓടിയെടുത്താലേ ഇതിപ്പോൾ ഈ ബിസിനസ് ഇപ്പം രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 50 ലക്ഷം റുപ്യ ലോൺ എടുക്കണം, അല്ലെങ്കിൽ വട്ടിക്ക് പലിശക്ക് വാങ്ങണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ. ഇല്ലേ? പലപ്പോഴും നമ്മളൊക്കെ, നമ്മുടെ കൂട്ടത്തിൽ പലരും നശിക്കാനുള്ള കാരണം എന്താ? അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് പകരം നമ്മുടെ ബുദ്ധിയും നമ്മുടെ പ്ലാനിങ്ങിലുമാണ് നമ്മുടെ തവക്കുൽ. അവിടെയാണ് തവക്കുലിന്റെ ഒന്നാമത്തെ സിഫത്ത് എന്ന് പറയുന്നത്, റുക്ന് എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ അടിയുറച്ച ഒരു ബോധമാണ്. എന്നെ രക്ഷപ്പെടുത്താനും എന്നെ ശിക്ഷിക്കുവാനും എന്നെ നശിപ്പിക്കുവാനും എന്നെ വളർത്തുവാനും കഴിയുന്നത് റഹ്മാനായ നാഥന് മാത്രമാണ് എന്ന ഒരു തിരിച്ചറിവാണ് തവക്കുലിന്റെ ഒന്നാമത്തെ സിഫത്ത്. രണ്ടാമത്തേത് അമലാണ്. ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു പണിയെടുക്കാതെ, ഈ ഉറൂബിന്റെ ഒരു കഥയുണ്ടല്ലോ, പടച്ചോന്റെ ചോറ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്. ഒരു മനുഷ്യൻ ഒരു പണിയെടുക്കാതെ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു കഥയാണ്. ഇതുപോലെ ആവരുത്. ഒരു വിശ്വാസി തവക്കുലാക്കണം, അള്ളാഹുവിൽ തവക്കുലാക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഒരു മനുഷ്യൻ വന്നൊരു ഒട്ടകത്തെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് ആ ഒട്ടകത്തെ അങ്ങനെ വിട്ടിട്ട് റസൂലെ, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ള പറയുന്നുണ്ട്, ആദ്യം നീ എന്ത് ചെയ്യണം? ആ ഒട്ടകത്തെ കെട്ടണം, അതിനെ കെട്ടിയിട്ടിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കണം. നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് പരമാവധി അധ്വാനിക്കണം. അധ്വാനിക്കുമ്പോൾ തന്നെ ഇത് അള്ളാഹുവാണ് എനിക്കിതൊക്കെ തരേണ്ടത് എന്ന ഒരു ബോധ്യമാണ് തവക്കുൽ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് വിധിയിലുള്ള വിശ്വാസം കൂടി ഇതിൻ്റെ കൂടെ കൂടുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ തവക്കുൽ പരിപൂർണമാകുന്നത്. എനിക്ക് അള്ളാഹു കണക്കാക്കിയത് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ കുറെ അധ്വാനിച്ചു, പടച്ചവനാണ് തരേണ്ടത്, പക്ഷേ അള്ളാഹു അതെനിക്ക് കണക്കാക്കിയിട്ടില്ല, അതുകൊണ്ടത് എനിക്ക് കിട്ടിയിട്ടില്ല. നോക്കൂ, ഈ മൂന്ന് ചേരുവയും കൂടി ചേർന്നതിനെയാണ് ഒരു മനുഷ്യന്റെ തവക്കുൽ എന്ന് പറയുന്നത്. ഇതുണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുഅ്മിനായിത്തീരുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, ഭൗതികവും അഭൗതികവുമായ എല്ലാ മേഖലയിലും അള്ളാഹുവിനുള്ള ഈ തവക്കുൽ പൂർത്തിയാകുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുഅ്മിനായിത്തീരുന്നത്. എന്താണ്? ഒരാള് അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അവന് കിട്ടുന്ന 2-3 മെച്ചമുണ്ട്. അതിലൊന്നാമത്തേത് സംതൃപ്തമായ ഒരു ജീവിതം ഉണ്ടാകും. കുഞ്ഞുങ്ങൾ, നമുക്കെന്താ ആവശ്യം? കുറെ കച്ചവടം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുണ്ട്, പക്ഷെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പലപ്പോഴും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കൂട്ടറി സമ്പാദ്യം കൊണ്ട് എന്താ കാര്യം? ഒരു മെച്ചമില്ല. കോടിക്കണക്കിന് രൂപ കൊല്ലത്തിൽ മാസത്തിൽ വരുമാനമുള്ള ഒരു മനുഷ്യന് നേരാമണ്ണം കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല, മനസ്സമാധാനം ഇല്ല. അതുകൊണ്ട് എന്താ കാര്യം? അവിടെയാണ് തവക്കുലാക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അത് മതിയാവും, കിട്ടുന്നതിൽ സംതൃപ്തി ഉണ്ടാകും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നോക്കൂ, കുറെ കിട്ടി, ഒരുപാട് സമ്പാദ്യമുണ്ട്, പക്ഷെ കിട്ടിയതൊന്നും സംതൃപ്തിയില്ല. എന്താണ്? കോടിക്കണക്കിന് ഉറുപ്പിയുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ട്, എല്ലാ സൗഭാഗ്യമുണ്ട്, പക്ഷെ ഒന്നിലും ഒരു സംതൃപ്തിയില്ല. നോക്കൂ, ചെറിയൊരു ഉദാഹരണം. ഭക്ഷണം കഴിച്ചപ്പോ ജുമാ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുമല്ലോ, നല്ല രുചികരമായ ഭക്ഷണമാണ്, പക്ഷെ ഒരു സംതൃപ്തി കിട്ടുന്നില്ലെങ്കിൽ ആ ഭക്ഷണത്തിന് എന്താ കൂട്ടറെ കാര്യം? ഇത് തന്നെയാണ് തവക്കുൽ ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്ന ഒന്നാമത്തെ അള്ളാഹുവിന്റെ വാഗ്ദാനം. കിട്ടിയത് മതി, അല്ല മതി എന്ന ഒരു ബോധ്യം അവന് ഉണ്ടാകും. രണ്ടാമത്തേത് ഒരു സ്ഥൈര്യം ഉണ്ടാകും. തവക്കുലാക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു സ്ഥൈര്യം ലഭിക്കും. അള്ളയുണ്ട് കൂടെ. നോക്കൂ, നിങ്ങളത് വല്ലാത്ത എന്താ പറയുക, ഇതൊക്കെ ഒരു ഖുതുബയിൽ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അനുഭവവേദ്യമാകുമ്പോഴാണ് കൂടുതൽ ബോധ്യക. ചിലയിടത്തൊക്കെ
ആരുമില്ല, എന്നെ താങ്ങാൻ ആരുമില്ല, എനിക്ക് കൂട്ടാരുമില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. അങ്ങനെ തോന്നിയ സമയം എനിക്കും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? ചിലരൊക്കെ പറയാറുണ്ട്, ഇത് ഞങ്ങൾ ഷെയറായിട്ട് ബിസിനസ് നടത്തിയതായിരുന്നു, സംഗതി പൊളിഞ്ഞു, പക്ഷേ പാർട്ട്ണർമാരൊന്നും ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, ബോധ്യപ്പെടുന്നില്ല. ഞാനൊരു 5 പൈസ കട്ടിട്ടില്ല, എടുത്തിട്ടില്ല, പക്ഷെ എൻ്റെ പാർട്ട്ണർമാർക്ക് അത് ബോധ്യപ്പെടുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? ഇത് നമ്മുടെ ഭാര്യ കൂടെ നിൽക്കാത്ത സമയം ഉണ്ടാവും, നമ്മുടെ മക്കൾ കൂടെ നിൽക്കാത്ത സമയം ഉണ്ടാവും. ഇവിടെയാണ് അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ട് എന്ന ഒരു ബോധ്യം ആ മനുഷ്യനെ സ്ഥൈര്യമുള്ളവനാക്കി മാറ്റും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു ചരിത്രം വിശുദ്ധ ഖുർആൻ എടുത്ത് പറയണ്ടല്ലോ അല്ലേ? ഫിർഔന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നൊരു ഘട്ടം. ആരെങ്ങാലോചിച്ച് നോക്കൂ നിങ്ങൾ. മുമ്പിൽ ചെങ്കടല്, പിന്നില് സർവായുധ സജ്ജരായ സൈന്യം, ഇതിങ്ങനെ വരികയാണ്. അപ്പോ കൂടെയുള്ള വിശ്വാസികളൊക്കെ പറഞ്ഞു, ഇപ്പൊ എന്തായാലും ഫറോവയുടെ സൈന്യം നമ്മളെ പിടിക്കും, നമ്മളെ കംപ്ലീറ്റ് നശിപ്പിക്കും. ഇത് പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന മഅഇ റബ്ബി സയഹ്ദിയനി, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, എൻ്റെ പടച്ചോനുണ്ട്, അള്ളാഹുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ തവക്കുൽ ഒരു വിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു സൗഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ, എല്ലാം കൈവിട്ട സമയത്ത് എനിക്ക് എൻ്റെ റബ്ബ് കൂടെയുണ്ട് എന്ന ഒരു സ്ഥൈര്യം, ഒരു ധൈര്യം, അത് മറ്റൊരാൾക്കും ലഭിക്കാത്ത ഒരു സൗഭാഗ്യമാണ്. ഇതോടൊപ്പം മറ്റൊന്നു കൂടിയുണ്ട്, എല്ലാ വാതിലുകളും മുട്ടുന്ന സന്ദർഭം ഉണ്ടായില്ലേ? എന്നൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ ചിന്തിച്ചു നോക്കുക. ചിലപ്പോൾ ചില ഘട്ടം ഉണ്ടായാലുണ്ട്, എല്ലാ വാതിലും മുട്ടി, ആരോട് ചോദിച്ചിട്ട് ഒരു 10 ഉറുപ്പ്യ കിട്ടുന്നില്ല, സ്ഥലമുണ്ട് വിൽക്കാൻ, പക്ഷെ അത് വിറ്റ് പോകുന്നില്ല, ആകെ കുടുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടങ്ങൾ ഉണ്ടാവാറില്ലേ? അവിടെയാണ് അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു മനുഷ്യന് എന്ത് ചെയ്യും? അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു ആ മനുഷ്യനെ രക്ഷപ്പെടുത്തും. ഇത് പറഞ്ഞപ്പോ മുമ്പ് ഖത്തറിൽ വെച്ചുണ്ടായ ഒരു അനുഭവം ഒരു സഹോദരൻ വിശദീകരിച്ചത് ഈ വിഷയം മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമാണ്. അയാളുടെ ഒരു ഹോട്ടൽ കച്ചവടക്കാരനാണ്. ആ ഹോട്ടലിൽ ഒരു മനുഷ്യൻ ഒരു ബാഗ് വെച്ച് മറന്നുപോയി. ഒരു അറബി സുഹൃത്താണ്. അയാൾ പോയി കഴിഞ്ഞ് പിന്നെ സപ്ലയർ ഈ ബാഗ് കൊണ്ടുവന്ന് തുറന്നു നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ റിയാല് ആ ബാഗിലുണ്ട്. ഇയാൾക്ക് വേണമെങ്കിൽ അതെന്തെങ്കിലും ദുരുപയോഗം ചെയ്യാം. പക്ഷേ ആ മനുഷ്യനെ കണ്ടുപിടിച്ച്, ഒരുപാട് പ്രയാസപ്പെട്ട് കണ്ടുപിടിച്ച് ആ കാശ് അയാൾക്ക് കൊടുത്തു. അയാൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങേയറ്റം പൈസക്ക് അത്യാവശ്യമുള്ള സമയമായിരുന്നത്, പക്ഷേ അള്ള എനിക്ക് ഹലാലാക്കാത്തതായതുകൊണ്ട് ഞാൻ അയാളെ കണ്ടുപിടിച്ച് അയാൾക്ക് അത് തിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഹോട്ടലിൽ എന്തോ ഒരു ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായി. ആരോ പറ്റിച്ചതാണ്. അപ്പോൾ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഒരു കോലത്തിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അവിടെയുള്ള സഹപ്രവർത്തകന്മാരൊക്കെ എല്ലാ വഴിയും ആലോചിച്ച് നോക്കൂ, ഇയാളെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കയറ്റിയേക്കാൻ പറ്റുമോ, അത്ര വരെ ആലോചിച്ചു. അവസാനം അവിടെയുള്ള മുദീറിനെ ഒന്ന് പോയി കാണാം, അയാളെ കണ്ട് വിഷയം പറയാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഇവര് ഒരു പ്രതീക്ഷയില്ല കാര്യമായിട്ട്. അങ്ങനെയാണ് ആ മുദീറിനെ കാണാൻ അവിടെ എത്തിയപ്പോൾ അയാൾ അവസാനം അപ്പോയിൻമെൻ്റ് എടുത്ത് കണ്ട ഉടനെ ആ മനുഷ്യൻ ഇയാളെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം എന്താ അറിയോ? നേരത്തെ ആ ബാഗ് കൊടുത്തിരുന്നത് ആ മുദീറിനാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു നമ്മൾ അറിയാത്ത വിധത്തിൽ നമ്മെ സഹായിക്കും. അപ്പോ തവക്കുൽ നമുക്ക് നൽകുന്ന സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ അത് ആത്മധൈര്യമാണ്, സ്ഥൈര്യമാണ്, അള്ളാഹു കൂടെയുണ്ട് എന്ന ഒരു ബോധമാണ്. ഇനി ഈ തവക്കുലിന് നമുക്ക് പലപ്പോഴും തടസ്സമായി തീരുന്ന ചില ഘടകങ്ങളുണ്ട്. അതെന്താ? അതിലൊന്നാമത്തതാണ്
നമ്മുടെ ബുദ്ധിയിലുള്ള, നമ്മുടെ കഴിവിലുള്ള അമിതമായ വിശ്വാസം. പലപ്പോഴും എന്താ വിചാരിക്കല്, ഞാൻ ഇതിനൊക്കെ അതിജയിക്കും. എന്താ കാരണം? ഞാൻ ചില്ലറക്കാരനല്ല, എനിക്കിതൊക്കെ അതിജയിക്കാൻ, ഞാനിതൊക്കെ ഇത്ര കണ്ടതാ അല്ലേ? ഈ ബോധമാണ് മനുഷ്യനെ അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിൽ നിന്ന് പലപ്പോഴും തടഞ്ഞു നിൽക്കുന്നത്. ഇതാരുടെയാണെന്നറിയോ ചിന്ത? ഖാറൂന്റെ ചിന്തയാണ്. ഖാറൂനോട് ആളുകൾ പറയുന്നുണ്ട്, മനുഷ്യ നീ കുറച്ച് മാന്യമായി പെരുമാറണം, നിന്റെ പണം കൊണ്ട് വരാത്തബയിൽ അർള ഫസാദൻ ഫിൽ അർള്, നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇന്നമാ ഊതീതു ബിഇൽമി, ഇതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ വിജ്ഞാനം കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ടാണ്. ഇതേ ചിന്തയാണ് പലപ്പോഴും എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉള്ളത്. എന്താണ്? എൻ്റെ കഴിവ് അപാരമാണ്, എന്നെ അതിജയിക്കാൻ കഴിയില്ല, എന്നെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇവിടെയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തിനാ? രാവിലെ എഴുന്നേറ്റപാടെ ഇത് പറയിപ്പിക്കുന്നല്ലോ പടച്ചോൻ അല്ലേ? സുബ്ഹി ബാങ്ക് കേൾക്കുമ്പോ എന്താ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയണത്? ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് അല്ലേ? മനുഷ്യന്മാരെ പള്ളിയിലേക്ക് വരീൻ, വിജയത്തിലേക്ക് വരീന്നാണ് വിളിച്ചു പറയുന്നത്. അതിനെന്താ കേൾക്കുന്ന ആള് മറുപടി പറയേണ്ടത്? ശരിക്ക് പറയേണ്ടതാ ലബ്ബൈക്ക് അല്ലാഹുമ്മ എന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് ഉത്തരം നൽകുന്നു എന്നൊക്കെ അല്ലേ? എന്താ ഇസ്ലാം പഠിപ്പിച്ചത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനല്ലാതെ ഇതിനെ എനിക്കിത് സാധിപ്പിക്കുവാൻ, അള്ളാഹുവിനല്ലാതെ ഇത് മാറ്റിമറിക്കാനൊന്നും അള്ളാഹുവിനല്ലാതെ കഴിയുകയില്ല. ഇത് ഓരോ 5 നേരവും മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. ആര്? നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എൻ്റെ ഒരു പ്രശ്നവും ഒരു വിഷയവും അത് മാറ്റിമറിക്കാൻ, അത് നന്നാക്കിയെടുക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്ന് നമ്മളെ നാവ് കൊണ്ട് പറയിപ്പിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുക അള്ളാഹു. അപ്പോ തവക്കുലിന് തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും നമ്മളുടെ ബുദ്ധിയിലും കഴിവിലുമുള്ള അമിതമായ വിശ്വാസമാണെങ്കിൽ അതാണൊന്ന് മാറ്റിവെക്കേണ്ടത്. മറ്റൊന്നെന്താ അറിയോ? പലപ്പോഴും പൈശാചികമായ ചിന്ത നമ്മൾ ഉണ്ടാവാറുണ്ട് തവക്കുലിന്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ ഗൾഫിൽ പോയി, 2 പേര് ഗൾഫിൽ പോയി. ഒരാള് ഹലാലും ഹറാമും മാത്രം നോക്കിയിട്ട് കച്ചവടം ഇതൊക്കെ നടത്തി. അവസാനം ആ മനുഷ്യൻ 10-20 കൊല്ലായി, ഒന്നുമില്ല, ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. വേറെ മനുഷ്യൻ പോയി, അയാൾ ഹലാലും ഹറാമൊന്നും നോക്കിയിട്ടില്ല, കിട്ടുന്നിടത്തൊക്കെ സമ്പാദിച്ചു. അയാൾ നാട്ടിലിങ്ങനെ വിലസി നടക്കുക. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഗൾഫിൽ പോയിട്ട് സമ്പാദിച്ച ആളുകളൊക്കെ ഇങ്ങനെ ഹറാമാണെന്ന് വിചാരിക്കണ്ട. ഒരു ഉദാഹരണത്തിന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അയൽവാസികളും കുടുംബക്കാരും ഒക്കെ കൂടി ഇവരോട് പറയുന്നൊരു വർത്താനുണ്ട്, നീ ഈ ഹലാലും ഹറാമും ദീനൊക്കെ നോക്കി നടന്നോ? എവിടെ എത്തി? എന്തായി? മറ്റോനെ നോക്കിയേ, ഓൻ ബുദ്ധിമാനാ, ഓൻ ഉണ്ടാക്കിയില്ലേ? നോക്കൂ നിങ്ങള്, പിശാച് കടന്നു വരുന്ന വഴിയാണിത്. നമ്മളെ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് ജീവിതം നയിക്കുന്നതിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കാൻ ചിലപ്പോൾ നമ്മുടെ ഭാര്യ പിശാചായിട്ട് വരും, നമ്മുടെ കുടുംബം, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സുഹൃത്തുക്കൾ പിശാചായിട്ട് വരും. അവസാനം ഉണ്ടാകുന്നത് ആത്യന്തികമായ നാശമായിരിക്കും. അവിടെയാണ് തവക്കുൽ നമുക്കുണ്ടാവുന്നത് ഈമാനിന്റെ ഉപോൽപ്പന്നമാണ് എന്നത് നമ്മൾ ഉറപ്പിക്കേണ്ടത്. ഇനി തവക്കുലില്ല എങ്കിൽ ഉണ്ടാവുന്ന 2 മഹാനാശങ്ങളുണ്ട്. അതിലൊന്ന്, അന്ധവിശ്വാസങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് മഹാഭൂരിപക്ഷവും അള്ളാഹുവിലുള്ള തവക്കുലില്ലാത്തപ്പോഴാണ്. നിങ്ങൾ നോക്കൂ, മനുഷ്യൻ എന്തിനൊക്കെയാ പേടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ അടുത്ത കാലത്തുള്ള വലിയൊരു വിഷയമാണല്ലോ, ശൈത്താൻ മനുഷ്യന്റെ ശരീരത്തിൽ കയറി കൂടി ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ? എന്താ ഖുർആൻ പറഞ്ഞത്? ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലൂടെ സൂചിപ്പിച്ചു, നാളെ പരലോകത്ത് വെച്ച് പിശാചിന്റെ, ഇബ്ലീസിന്റെ ഒരു പ്രസംഗം ഉണ്ട്, മൂപ്പരുടെ അവസാനത്തെ ഒരു വയലുണ്ട്. എന്താണ്? നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം ചെയ്തു, അത് അല്ലാഹു പാലിച്ചു. വഅദതുകും ഫഅഖ്ലഫ്തുകും, നിങ്ങൾക്ക് ഞാൻ വാഗ്ദത്തം ചെയ്തു, ഞാനത് പിൻവലിച്ചിരിക്കുന്നു, ഞാനത് ലംഘിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വമാ അന അലൈക്കും ബിസുൽത്താൻ, നിങ്ങളുടെ മേൽ ഒരധികാരവും എനിക്കുണ്ടായിരുന്നില്ല. ഇതാരാ പറയണത്? ഇബ്ലീസ് നാളെ ഇങ്ങനെ പറയുമെന്ന് റഹ്മാനായ നാഥൻ വിശുദ്ധ ഖുർആനിലൂടെ ഒരു സംശയമില്ലാത്ത രൂപത്തിൽ പറയുന്നു. എന്നിട്ട് നമുക്ക് പിന്നെയും പേടിയാണ്. എന്താണ്?
ഷെയ്ത്താൻ എങ്ങനെ കൂടുമെന്ന് ഇന്ന ഹോജ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മൗലാന പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന മൗലവി പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ, ആര് പറഞ്ഞാലും പച്ച നുണയാണ്, കളവാണെന്ന് പറയാൻ ഒരു തവക്കുലിന്റെ ബോധമുണ്ടെങ്കിൽ അന്ധവിശ്വാസികൾക്കല്ലാതെ കഴിയില്ല. അള്ളാഹുവിലാണ് നമ്മൾ ഭരമേൽപ്പിച്ചതെങ്കിൽ ഒരു ശൈത്താനും നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് മാത്രമാണ് ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്താണ്? നിങ്ങളെ വസ്വാസിലാക്കാൻ പറ്റും. അതാണ് പിശാച് അവസാനം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. എന്താണത്? കടയിലിരിക്കുകയാണ്, ബാങ്ക് കൊടുത്തു, പള്ളിയിൽ പോകണം, നിസ്കരിക്കണം. അപ്പോഴാണ് ഇപ്പം നീ പോയാൽ ചിലപ്പോൾ ഏതെങ്കിലും നല്ല കസ്റ്റമർ വന്നാൽ അത് കൊള്ളാവാൻ സാധ്യതയില്ല, തൽക്കാലം ഇവിടെ ഇരിക്കുക, കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. ഇതിൻ്റെ പേരാണ് പൈശാചികമായ വസ്വാസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തതല്ലാത്തൊരു ചുക്കും ചെയ്യാൻ ഒരു സൃഷ്ടിക്കും ദുനിയാവിൽ കഴിയില്ല എന്ന് ഖുർആൻ നസ്സായിട്ട് വളരെ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നു. പിന്നെയും നമ്മളത് വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിലുള്ള തവക്കുലിന്റെ കുറവാണ്. എൻ്റെ കടയിൽ നല്ല കച്ചവടം, അപ്പം എനിക്കിങ്ങനെ പേടിയാവുക, മറ്റോ നോക്കിയിട്ട് കണ്ണാർ എറിഞ്ഞിട്ട് എനിക്ക് വല്ലതും പറ്റുമോ? എവിടെയാ കൂട്ടരെ സമാധാനം ഉണ്ടാവുക? അല്ലേ? ഞാനൊരു പുതിയ കാറ് വാങ്ങി, അതുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അയൽവാസി ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട്, പടച്ച തമ്പുരാനെ കുടുങ്ങി, ഇവന്റെ കണ്ണേറ് ഫലിക്കും. ഇങ്ങനെ പേടിച്ച് നടക്കുന്ന മനുഷ്യൻ ഏത് റബ്ബിലാ കൂട്ടരെ തവക്കുലാക്കിയത്? അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു മനുഷ്യന് അള്ളാഹുവേ, നീ തന്നതിനെ തടയാൻ ആരുമില്ല, തടഞ്ഞതിനെ തരാൻ ആരുമില്ല. ഇതാണ് തവക്കുൽ. അതാണ് 5 നേരവും നിസ്കാരത്തിന്റെ ശേഷം സലാം വീട്ടിയ ഉടനെ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത്, പടച്ചോനെ, നീ തന്നതിനെ തടയാൻ ആർക്കും കഴിയില്ല, തടഞ്ഞതിനെ തരാനും ആർക്കും കഴിയില്ല. ഏതെങ്കിലും ഒരു കോഴിമുട്ടന്റെ മുകളിലോ കരിക്കിന്റെ മുകളിലോ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് എന്റെ കടയിലെ കച്ചവടം ആർക്കെങ്കിലും നശിപ്പിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം എനിക്കില്ല. കാരണം എന്താ? ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെ അറിയോ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ് മതി, പടച്ച റബ്ബിലാണ് ഞാൻ തവക്കുലാക്കിയത്. റബ്ബിൽ തവക്കുലാക്കിയ ഒരു മനുഷ്യന് ഇങ്ങനത്തെ ഒരു പേടിയും ഒരു ഭയപ്പാടും ഉണ്ടാവില്ല. പിന്നെന്താ? നേരത്തെ പറഞ്ഞ സ്ഥൈര്യം ഉണ്ടാകും, ഈമാൻ ഉണ്ടാകും, അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധമുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കാൻ ശ്രമിക്കുക, മറ്റുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും മാറ്റി നിർത്തുക. ഇതോടൊപ്പം തവക്കുൽ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊന്നാണ്, ദുരന്തമാണ്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോവുക എന്നത്. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പലപ്പോഴും എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ഒരു കയറെടുത്ത് തൂങ്ങി മരിക്കാനോ വിഷമെടുത്ത് കുടിച്ച് മരിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളെ കാണാറില്ലേ? കോഴിക്കോട് പട്ടണത്തിൽ കുറേ മനുഷ്യന്മാർ എക്സ് മുസ്ലിമീങ്ങളാണ്, അല്ലെങ്കിൽ അവര് നാസ്തികവാദികളാണ്. നാസ്തികവാദം മതം മനുഷ്യനിട്ട് വല്ലാതെ കുരുക്കുന്നു, വല്ലാതെ ഇടങ്ങേറാക്കുന്നു. ഈ ഇടങ്ങേറാക്കുന്ന മതത്തെ മാറ്റി നിർത്തിയിട്ട് ഇവരൊന്ന് പറയട്ടെ, ഒരു മനുഷ്യനെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവരാനുള്ള ഒരു മറുമരുന്ന് എന്താ ഇവരുടെ അടുക്കലുള്ളത്? അവിടെയാണ് മതത്തിന് പറയാനുള്ളത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന സുപ്രധാനമായ ഘടകമാണ് തവക്കുൽ എന്ന് പറയുന്നത്. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി, എനിക്ക് കുറേ കടകൾ ഉണ്ടായിരുന്നു, കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു, അവസാനം എന്തോ കാരണത്താൽ എല്ലാം നശിച്ചു പോയി. എന്നാലോ ഹസ്ബുനല്ലാഹ്, അള്ളണ്ട്, എനിക്കിത് പോയാൽ പിന്നെ തരാൻ കഴിയുന്ന പടച്ചവനുണ്ട് എന്നൊരു വിശ്വാസം മനുഷ്യനെ ആത്മഹത്യയിൽ നിന്ന് പിടിച്ചു നിർത്തും. എന്നാൽ ഒരു നാസ്തികവാദിക്ക് എന്താ പറയാനുണ്ടാവുക? ഞാനതിലേക്ക് കൂടുതൽ കടക്കണില്ല. എന്തായാലും തവക്കുലിന്റെ അഭാവം മനുഷ്യർക്കുണ്ടാക്കുന്ന മഹാദുരന്തങ്ങളിൽപ്പെട്ട 2 എണ്ണമാണ്. ഒന്ന്, അന്ധവിശ്വാസം കടന്നു വരും. 2, മനുഷ്യൻ വിശ്വാസരഹിതനായിട്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥ ഉണ്ടാകും. ഇത് രണ്ടിനും നമുക്കുള്ള ഒറ്റമൂലി അള്ളാഹുവിൽ തവക്കുലാക്കുക. ജീവിതത്തിന്റെ എല്ലാ ഭാഗവും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്
الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أيها الناس أوصيكم ثانيا بتقوى الله. മാന്യ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിക്കണമെന്ന്, ഈമാനും തഖ്വയും മുറുകെ പിടിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇത് ഒരു അക്കാഡമിക് ഇയറിൻ്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ ടൂറ്, പഠനയാത്ര, അതുപോലെ തന്നെ കലോത്സവങ്ങൾ, സ്പോർട്സ്, ഇതൊക്കെ നടക്കുന്ന സമയമാണിത്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ സമയത്താണ് കുട്ടികളെ വലവീശാൻ വേണ്ടി കാത്തിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയകൾ ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും ഇതേ മിമ്പറിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ആവർത്തിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, കോഴിക്കോട് പട്ടണത്തെയും അതുപോലെ തന്നെ തിരൂർ ഇതുപോലെയുള്ള പട്ടണങ്ങളെ പ്രത്യേകം നോട്ടമിട്ടുകൊണ്ട് തന്നെ ഈ മാഫിയകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, ഈ മാഫിയകൾ ഒരിക്കലും പോയിട്ട് വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെ കുടുംബത്തിലെ കുട്ടികളെയല്ല, മറിച്ച് രാഷ്ട്രീയക്കാരുടെ മക്കളെ, ഉന്നത വ്യവസായികളുടെ മക്കളെ, അതുപോലെയുള്ള ആളുകളെയാണ് ആദ്യം ഇവർ വലവീശാൻ ശ്രമിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നാട്ടിലെ പൗരപ്രമുഖരായ ആളുകളുടെ മക്കളെ, ഇവരൊക്കെയാണ് ഈ മയക്കുമരുന്ന് മാഫിയ ഏറ്റവും കൂടുതൽ വലവീശി പിടിക്കുന്നത്. എന്താ കാരണം എന്നറിയോ? അവരെ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും. അവരിലൂടെ ഇത് വ്യാപിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളെ അത്തരം ദുരന്തങ്ങളിൽ പോയിട്ട് പെട്ടുപോകുന്നതിന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള സഹോദരങ്ങളെ, അടുത്ത കാലത്ത് ഈ കോവിഡിൻ്റെ ശേഷം കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറേ മരണങ്ങൾ. എന്താ മരണ കാരണം? ഒരു കാരണവുമില്ല. ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞ്, രാവിലെ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അയാൾ, എന്തോ ഒരു പൈസക്ക് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ വിളിച്ച് പറയുന്നുണ്ട് അയാൾ മരിച്ചിട്ടുണ്ട് കേട്ടോ എന്നാണ്. ആ അവസ്ഥയിലേക്ക് മരണം വല്ലാതെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ മരണത്തെ പേടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. മലക്കുൽ മൗത്ത് വരേണ്ട സമയമായാൽ ഒരു നിമിഷം പോലും പിന്തിച്ചിടില്ല. അത് എന്തായാലും മരിക്കേണ്ടി വരും. 2 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറായി നിൽക്കുക എപ്പോഴും. അതിലൊന്ന്, നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകൾ ക്ലിയർ ആയിരിക്കുക. ആർക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് കൂട്ടരെ പലപ്പോഴും പറയാറുണ്ട്, മക്കൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പേടിയാണ്, മുമ്പിൽ നിൽക്കാൻ പേടിയാണ്. കാരണം എന്താ? അവിടെ നിന്നിട്ട് പറയണം, വാപ്പയായിട്ട് വല്ല സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണമെന്ന് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനൊരവസ്ഥ നമുക്കുണ്ടാവരുത്. മാക്സിമം ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ശേഷം ഈ മരണം എത്ര വ്യാപകമാണ്. കടം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. ഏറ്റവും രക്ഷയില്ലാത്ത ഘട്ടത്തിൽ മാത്രമേ കടം വാങ്ങാവൂ. കാരണം മരണം അത്രയേറെ അടുത്താണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. 2ാമത്തെ ഒന്നെന്താ അറിയോ? കഴിഞ്ഞ ദിവസം ഒരു വല്ലാത്ത അനുഭവം പറഞ്ഞു. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ നാട്ടിലെ വലിയ മാന്യന്മാർ അല്ലേ, ആളുകളുടെ ഇടയിലെ മാന്യന്മാരാ. പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മളല്ലല്ലോ, നാട്ടുകാരാണ്. അപ്പം നമ്മുടെ ശരീരം മുഴുവൻ കാണുന്നത് അന്യരാ. ആ സമയത്ത് വൃത്തികേടാവരുത്. ആചാര്യം മരിച്ചിട്ട് മോനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മൂക്ക് പൊത്തണ്ടി വന്നു എന്ന് എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ പറയേണ്ടി വരുന്ന അവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ശരീരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ, രഹസ്യഭാഗങ്ങളിലെ രോമങ്ങളൊക്കെ കൃത്യസമയത്ത് വൃത്തിയാക്കണം. കാരണം എന്താ അറിയോ? എപ്പോഴാണ് മരിക്കുക, എവിടെ നിന്നാണ് മരിക്കുക എന്നറിയാൻ പറ്റില്ല. ആരാണ് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉണ്ടാവുക എന്നറിയില്ല. ആ സമയത്ത് അയ്യേ എന്ന് നമ്മുടെ മയ്യത്തിനെ നോക്കിയിട്ട് ഒരാൾക്ക് പറയുന്ന അവസരം ഉണ്ടാകരുത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക.
റഹ്മാനായ നാഥൻ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറുകൾ നീ സ്വർഗ്ഗപ്പൂന്തപ്പാക്കി മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഈ ജുമാക്ക് ശേഷം ഇവിടെ കലക്ഷൻ നടക്കും, അതുമായിട്ട് എല്ലാവരും സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ആളുകൾ, അവരുടെ രോഗം നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ആശുപത്രികളിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നാഥ, അവരെ പരിചരിക്കുന്നവർക്ക് നീ മനസ്സമാധാനം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവർക്ക് നീ ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഒരു ഘട്ടത്തിലും ഹറാമിൻ്റെ മാർഗത്തിലേക്ക് തിരിയാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഞങ്ങളിനി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, എവിടെ വെച്ച് എപ്പോൾ മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളിനി ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.